ഹായ് ഹലോ വെൽക്കം ടു റിതം ഓഫ് അങ്കു. അങ്കുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒമാനിലെ കൊറിയാത്തിലെ അൽ ഗഫാം എന്നൊരു മാംഗോ വില്ലേജിലേക്കാണ്. പോകുന്ന വഴിയാട്ടോ ഇത്. രണ്ട് സൈഡും ഈന്തപ്പനകളൊക്കെയാണ്. നമ്മൾ ഇവിടെ പോകുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല വന്നത്, പ്ലാനൊന്നും ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോണതിൻ്റെ പർച്ചേസിനായിട്ട് മസ്കറ്റ് പോയപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണ് ആ ഒരു സമയത്ത് എന്നാൽ പോയാലോ എന്നുള്ളത് തോന്നി, അങ്ങനെ പോയതാണ് കേട്ടോ. രണ്ട് സൈഡും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമുക്ക് നാട്ടിലത്തെ പ്രതീതി പോലെ തോന്നും, ഫാം കാണാനൊക്കെ ആയിട്ട്. ഇത് ഫുള്ള് ഈന്തപ്പനകളാണ് കേട്ടോ. അതുപോലെ വാഴത്തോട്ടം ഉണ്ട് ഇത് കഴിയുമ്പോൾ. നമ്മളെ മുന്നേ ഇതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതായിരുന്നു. പിന്നീട് വഴി മറന്നുപോയി. ഞങ്ങൾക്ക് വഴി തെറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത്. കുറച്ച് ദൂരം പോകണം. ഇതെല്ലാം ഫാമുകളാണ്. അത് ആ സൈഡ് കാണുന്ന മൊത്തം ഫാം. അതാ വാഴത്തോട്ടമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും തെറ്റി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് തന്നെയാണ് എന്നുള്ളത്. നല്ല ഭംഗിയാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ആ സൈഡൊക്കെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഇങ്ങനെ ഓരോ ഫാമുകളാണ് കേട്ടോ. പലതരം മാങ്ങകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പപ്പായ, അതുപോലെ ചീര. ശരിക്കും ഈ ഒരു സ്ഥലത്താണ് നിൽക്കേണ്ടത്. ഈ ഒരു ഭാഗത്തൂടെ നടന്നു പോകേണ്ടതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതറിയാതെ നമ്മൾ നേരെ പോയി. കണ്ടോ, രണ്ട് സൈഡും മാങ്ങയുടെ മരം. അത് മാങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ സൈഡിൽ. ഓപ്പോസിറ്റ് സൈഡ് ഫാമുണ്ട്. പിന്നെ ആ സൈഡിൽ നടന്നു പോകുന്നത് മൊത്തം ഫാമുകളാണ്, ഓരോ ആൾക്കാരുടെ. അതുകൊണ്ട് തന്നെ മാംഗോ വില്ലേജ് എന്ന് പേരും. ഇത് വഴിതെറ്റി പോകുന്ന കേട്ടോ. ശരിക്കും ആ ഭാഗത്ത് ഇറങ്ങേണ്ടത്. അത് വഴിതെറ്റി നമ്മൾ അങ്ങനെ പോയി. പിന്നെ ആദ്യം ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ച് പിന്നെ വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ അവിടെ കാണുന്നുണ്ടോ, നിറച്ച് മാങ്ങയുണ്ടാവും മാവിൽ. നല്ല ചൂടാട്ടോ. ചൂട് സഹിക്കാൻ വയ്യ. പക്ഷേ ആ മാംഗോ ഫാമില്ലേ, അതിലേക്ക് നടന്നു പോകുന്ന സമയത്ത് നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം എല്ലാ തണലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഭയങ്കര ചൂട്. നമ്മളെത്തിയപ്പോൾ ഏകദേശം എത്ര മണിയായി? ഒരു 4-5 മണിയായി കാണും. വഴിതെറ്റ് നമ്മളവിടെ ഒരാളോട് ചോദിച്ചു, പിന്നെ തിരിച്ച് വിട്ടതാ. ഈ സ്ഥലത്ത് ശരിക്കും ഇറങ്ങേണ്ടത്. പപ്പായൊക്കെ കണ്ടോ. ഇനി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ കനാലൊക്കെ ഉണ്ട്. പപ്പായ കാണിച്ചാൽ ശരിക്കും മാങ്ങയൊക്കെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കാണുന്നുണ്ട്. എനിക്ക് ക്യാമറയിൽ എടുത്തപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. കണ്ടോ കനാലൊക്കെ. കുട്ടികളൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട്. കുറേ ഫാമിലികൾ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് ഇവിടെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസം. നാട്ടിലെ പോലെ അല്ലേ. ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഇറങ്ങി നടക്കുന്ന കേട്ടോ. ആ കനാലാണ് നടുക്കൂടെ പോകുന്നത്. അതിൻ്റെ രണ്ട് സൈഡും കൂടെ നടക്കാനുള്ള കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ നടന്ന് അങ്ങനെ പോയത്. അവിടെ പപ്പായ മരമൊക്കെ ഉണ്ട്, മാവുണ്ട്. രണ്ട് സൈഡും മാവുകളാണ്. എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ഫാമാണെന്ന് തോന്നുന്നു. ഓരോ ഫാം. ചീര,
അങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളും ഉണ്ട്. ഫുള്ള് കൃഷി തന്നെ. നമ്മൾ അത്ര ദൂരമൊന്നും നടന്നില്ല, പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ലല്ലോ. അപ്പോൾ നടക്കാനാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. ആ ഉള്ളിലേക്ക് ഒക്കെ ഫാം തന്നെയാണ്. നമ്മൾ കുറച്ച് ദൂരമൊക്കെ പോയി കുറച്ചൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. കാരണം രാവിലെ തന്നെ നേരത്തെ പോയതാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അപ്പോഴേ ടയേർഡായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങളെടുത്തതാണ്. ഈ സൈഡ് കണ്ടോ? ആ സൈഡില്ലേ, ഇതാ കാണുന്നതില്ലേ, നമ്മൾ ഊഞ്ഞാല് പോലെ തോന്നില്ല, പക്ഷെ അതല്ല. ഇതിനൊക്കെ ഇവർ ആടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഇതാട്ടോ അത്. കണ്ടോ? ഇപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ കാണുന്നുണ്ടോ? ഇതെല്ലാം അവിടെ ഒരു തടിക്കഷ്ണം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇവിടെയും പപ്പായൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവർ. മാങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇനിയും നടക്കാനുണ്ട്. ഇതേപോലെ ഓരോരോ സൈഡ് എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരുടെ ഫാമാണ്. കണ്ടോ വിൽക്കാൻ വെച്ചിരിക്കുന്നത്? അവിടെ ഒരാൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, മാങ്ങ ഉണ്ടോ? ഇതേപോലെ നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. അത് ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയണില്ല വീഡിയോയിൽ, പക്ഷെ നിറച്ച് മാങ്ങയുണ്ട്. ഇതൊക്കെ കിളി കൊത്താതിരിക്കാൻ തോന്നണം. അവർ നെറ്റൊക്കെ ഇട്ട് വെച്ച്, കണ്ടോ മാങ്ങ കൊലയിലൊക്കെ നെറ്റിട്ട് വെച്ചിരിക്കണം. അങ്ങനെ രണ്ട് സൈഡിലും അതേപോലൊക്കെ തന്നെ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. നാട്ടിലുള്ള കൂട്ടുകാരെ ഉണ്ടാക്കി ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടോളൂ.
എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.